മേജർ രവിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി മുൻ സൈനികർ. മേജർ രവി വയനാട്ടിൽ പട്ടാള യൂണിഫോം ധരിച്ചെത്തി എന്ന പേരിലുള്ള പ്രചാരണം ശരിയല്ല എന്ന് അവർ പറഞ്ഞു. രാഷ്ട്രീയ മറപിടിച്ചുള്ള ആക്രമണമാണ് നടക്കുന്നതെന്ന് മുൻ സൈനികർ തന്നെ പറയുന്നു. രക്ഷാപ്രവർത്തകർക്കും സൈന്യത്തിനും പിന്തുണ അറിയിച്ചാണ് കഴിഞ്ഞ ദിവസം വയനാട് ദുരന്ത മേഖലയിലേക്ക് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലും ഒപ്പം മേജർ രവിയും എത്തിയത്. എന്നാൽ മേജർ രവി ഇവിടെ പട്ടാള യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം. ദുരന്തഭൂമിയിൽ മേജർ രവി സെൽഫി എടുത്തുവെന്ന് അടക്കം പ്രചാരണം സൈബറിടത്ത് സജീവമായി. എന്നാൽ മേജർ രവി പട്ടാള യൂണിഫോം ദുരുപയോഗം ചെയ്തില്ലെന്നാണ് പൂർവ്വ സൈനികരും സംഘടനകളും വ്യക്തമാക്കുന്നത്. പല ഒക്കേഷനുകളിലും നമുക്ക് അങ്ങനെ സൈനിക യൂണിഫോം റിട്ടയർ ആയാലും ധരിക്കാം. പിന്നെ അദ്ദേഹം ധരിച്ചിരുന്നത് ഫുൾ യൂണിഫോമിലാണോ എന്നുള്ളത് കൂടി ഈ വിമർശിക്കുന്നവർ ശ്രദ്ധിക്കണം. അദ്ദേഹം ഫുൾ യൂണിഫോമിലായിരുന്നു എന്നുള്ളത്. ഇനി അദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ടാണ് അവിടെ പോയതെങ്കിൽ കൂടിയും അതൊരു വലിയ തെറ്റൊന്നുമല്ല. അദ്ദേഹം ബാങ്ക് കൊള്ളയടിക്കാനോ അതല്ലെങ്കിൽ ഇപ്പോൾ ഈയിടെ ആലപ്പുഴയിൽ നടന്നതുപോലെ പർവേസ് മുഷറഫിന് സ്മരണാഞ്ജലി അർപ്പിക്കാനൊന്നും അല്ല പോയത്. നമ്മുടെ അവിടെ മുന്നണി പോരാളികളായി നിൽക്കുന്ന സൈനികരോ അല്ലെങ്കിൽ വിമുക്ത ഭടന്മാരൊക്കെയുള്ള സന്നദ്ധ സംഘടനകളിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പോയത്. അപ്പോൾ അതിനെ ഇത്രയും വിവാദമാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. സെറിമോണിയലായി യൂണിഫോം ഉപയോഗിക്കാമെന്നിരിക്കെ മേജർ രവി അത്തരത്തിൽ ചെയ്തിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. മേജർ രവിക്കെതിരായ പരാതിയടക്കം ശരിയല്ലെന്നും മുൻ സൈനികർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് തികച്ചും അതിൽ രാഷ്ട്രീയ പ്രേരിതമാണ്. അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ മറവിൽ അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കാൻ ഈ ഒരു അവസരം അവർ ഉപയോഗിക്കുന്നു. പിന്നിൽ വെറും രാഷ്ട്രീയം മാത്രമെന്നാണ് ആക്ഷേപം. യൂണിഫോം ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് മേജർ രവിയും പ്രതികരിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.